Hello everyone. Our first examination, physical examination. Physical examinationൽ എന്തൊക്കെ വരും? Appearance വരും. Gross appearance അത് clear ആണോ turbid ആണോ എന്നുള്ളത് വരും. And main ആയിട്ട് അതിൻ്റെ color and cloud formation ഒക്കെയാണ് physically നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. Okay. കളർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസ് എക്സാമിനേഷനിൽ തന്നെ പറഞ്ഞതാണ് ഓപ്പണിംഗ് പ്രഷർ നോട്ട് ചെയ്യുന്ന കാര്യം. അതുകൂടാതെ ബാക്കിയുള്ള ലബോറട്ടറിയിൽ വെച്ച് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്? കളർ, അപ്പിയറൻസ്, പിന്നെ ക്ലൗഡ് ഫോർമേഷൻ, ഇതൊക്കെ. ഓക്കെ. ഇപ്പൊ നോർമൽ CSF ഇസ് ക്ലിയർ ആണ്, വാട്ടർ പോലെ ക്ലിയർ ആണ്, കളർലെസ് ആണ് നോർമൽ CSF. ആൻഡ് ഡസ് നോട്ട് ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാവില്ല. ബട്ട് അബ്നോർമലി പല കളറും കാണാം. ആൻഡ് ബ്ലഡ് കളർ കാണാം, ആൻഡ് ടേർബിഡ് ആയിട്ട് കാണാം. പിന്നെ സാന്തോക്രോമിയ മീൻസ് യെല്ലോ കളറിൽ CSF കാണാം. ആൻഡ് നല്ല വിസ്കസ് ടൈപ്പ് CSFും അബ്നോർമലി ഡിസീസ് കണ്ടീഷനിൽ കാണാം. ഓക്കെ. ആൻഡ് ക്ലോഡ് ഫോർമേഷനും മേ ബി കാണാം ഡ്യൂ ടു ഇൻക്രീസ് പ്രോട്ടീൻ കണ്ടന്റ്. CSFിൽ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ കൂടുന്നത് കൊണ്ട് ക്ലോഡ് ഫോർമേഷനും കാണാം. ഓക്കെ. അപ്പോൾ നോർമലി ഇറ്റ്സ് ക്ലിയർ ആൻഡ് കളർലെസ് ലൈക്ക് വാട്ടർ. ഓക്കെ. ഇതാണ് നോർമൽ കളർ. നോർമൽ വെള്ളം പോലെ തന്നെയായിരിക്കും നമ്മൾ CSF കാണാൻ. പക്ഷേ ഇത് സാന്തോക്രോമിയ, ഞാൻ പറഞ്ഞല്ലോ ഒരു കണ്ടീഷനാണ് സാന്തോക്രോമിയ. ആ കേസിൽ പിങ്ക് യെല്ലോ കളറിൽ CSF കാണാം. ഓക്കെ. സോ ഇനി അബ്നോർമൽ കേസാണ് പറയുന്നത്. അബ്നോർമലിൽ നോർമലി അപ്പിയറൻസ് ക്ലിയർ ആണ്, ബട്ട് ടേർബിഡ് ലൈക്ക് CSF കാണാം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ല്യൂക്കോസൈറ്റ്. മീൻസ് ല്യൂക്കോസൈറ്റിന്റെ കോൺസെൻട്രേഷൻ ഗ്രേറ്റർ ദാൻ 200 ഉണ്ടെങ്കിൽ അത് CSF ടേർബിഡ് ടൈപ്പും കാണാം. ആൻഡ് റെഡ് സെൽ ഇൻക്രീസ് 400 റെഡ് സെൽസ് ഉണ്ടെങ്കിലും ടേർബിഡ് ടൈപ്പ് CSF കാണാം. ആൻഡ് presence of microorganism like bacteria, fungi or amoeba, and aspiration of epidural fat during lumbar puncture and raised protein. ഇങ്ങനെയുള്ള കേസിലൊക്കെയാണ് ടേർബിഡ് ടൈപ്പ് CSF appear ചെയ്യുന്നത്. Okay. Next one, blood mixed CSF is seen in traumatic tag, means due to injury to venous flushes in arterial spinal wall ഇഞ്ചുറി ഉണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ ട്രോമാറ്റിക് ടാഗ് ടൈമിലും ആൻഡ് സബ് ഹെമറേജ് കേസിലും ബ്ലഡ് മിക്സ്ഡ് CSF കാണാം. ഓക്കെ. ആൻഡ് അതർ അബ്നോർമൽ കേസാണ് കണ്ടീഷനാണ് സാന്തോക്രോമിയ. സാന്തോക്രോമിയ ഞാൻ പറഞ്ഞു യെല്ലോ കളറിൽ, ഇതൊരു 5 മാർക്കിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സാന്തോക്രോമിയ മീൻസ് യെല്ലോ കളർ ഡിസ്കളറേഷൻ ആയിട്ട് CSF കാണാം. ഇത് നമ്മൾ മെയിനായിട്ട് യെല്ലോ കളർ തന്നെയാണോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഈ CSF സെൻട്രിഫ്യൂജ് ചെയ്യുക. ആൻഡ് സൂപ്പർ നൈട്രൻ സെൻട്രിഫ്യൂജ് ചെയ്ത് സെഡിമെന്റും കിട്ടും, സൂപ്പർ നൈട്രനും കിട്ടും. ഈ സൂപ്പർ നൈട്രൻ നമ്മൾ ഒരു പ്ലെയിൻ ട്യൂബിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു സൈഡിൽ ഡിസ്റ്റിൽ വാട്ടർ, ഒരു സൈഡിൽ നമ്മൾ ഈ CSF സെഡിമെന്റും സൂപ്പർ നൈട്രനും ഉള്ള ട്യൂബ് അതിൻ്റെ പേപ്പർ വെച്ചിട്ട്, അതായത് ഡിസ്റ്റിൽ വാട്ടറും നമ്മുടെ ഈ CSFും കമ്പയർ ചെയ്തിട്ട് നോക്കുക യെല്ലോ കളർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. സൂപ്പർ നൈട്രൻ ഇസ് കമ്പയർ വിത്ത് അനദർ ട്യൂബ് സെയിം സൈസ്ഡ് ഫിൽഡ് വിത്ത് ഡിസ്റ്റിൽ വാട്ടർ അഗെയിൻസ്റ്റ് എ വൈറ്റ് പീസ് ഓഫ് പേപ്പർ. എല്ലാ അപ്പിയറൻസ് നോക്കുമ്പോൾ നമ്മളൊരു വൈറ്റ് പീസ് പേപ്പറിന് ബാക്ക് ആ പേപ്പർ വെച്ചിട്ട് നോക്കുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് കോസസ് ഓഫ് സാന്തോക്രോമിയ. ഫസ്റ്റ് പല കാരണങ്ങൾ കൊണ്ട് ഈ യെല്ലോ കളറിൽ CSF കാണാം. അങ്ങനെയുള്ള കാരണങ്ങൾ സാന്തോക്രോമിയയുടെ കാരണങ്ങളാണ്. ഫസ്റ്റ് വൺ സബ്ഡയറക്റ്റിനോഡ് ഹെമറേജ്. ഫസ്റ്റ് 12 hours after bleeding episode ആണ് സബ്ഡയറക്റ്റിനോഡ് ഹെമറേജ്. In subarachnoid hemorrhage, bleeding occur in subarachnoid space, usually due to rupture of cerebral aneurysm. സോ കാപ്പിലറി ആർട്ടറിയിലൊക്കെ സെറിബ്രൽ ആ ഒരു ഏരിയയിൽ ആർട്ടറി സ്വെല്ലിംഗ് ആവും. ആ ഒരു കണ്ടീഷനാണ് അനോറിസം. സോ അങ്ങനെ ബ്ലീഡിങ്ങിന് കാരണമാകാം. സോ അത് എന്തിന് കാരണമാകാം? സബ്അരക്നോയിഡ് ഹെമറേജിന് കാരണമാകാം. ഓക്കെ. ദ പേഷ്യൻറ്റ് പ്രസൻറ്റ് വിത്ത് സീവിയർ സബ്അരക്നോയിഡ് ഹെമറേജ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഇവിടെ ഈ ഒരു കേസിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പേഷ്യൻസിന് എന്തൊക്കെ ഫീൽസ് ഉണ്ടാവും? ബേണിംഗ് ഹെഡേക്ക് ഉണ്ടാവും, sudden onset in occipital region that may be followed by loss of consciousness. Okay. Red blood cell in CSF are hemolyzed. So അങ്ങനെ ബ്ലീഡിങ് ഉണ്ടായാൽ
ബ്ലീഡിങ്ങിൽ ബ്ലഡ് ഉണ്ടാവും, ആർ ബി സി ഉണ്ടാവും. ആ ആർ ബി സി ഹീമോലൈസേം ആൻഡ് റിലീസ് ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്സി ഹീമോഗ്ലോബിൻ അവിടെ റിലീസ്ഡ് ആവും ആ റെഡ് ബ്ലഡ് സെല്ലിൽ നിന്ന്. ആൻഡ് മാക്രോഫേജ് ആൻഡ് അതർ സെൽസ് ഓഫ് ലെപ്പറ്റോമെനിഞ്ചൈറ്റ്സ് കൺവേർട്ട് ദിസ് ഓക്സി ഹീമോഗ്ലോബിനെ ബിലിറൂബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആരും CSFിലുള്ള മാക്രോഫേജ് ആൻഡ് അതർ സെൽസ്, ലെപ്പറ്റോമെനിഞ്ചൈറ്റ്സും ആൻഡ് അതർ സെൽസും ഉണ്ടെങ്കിൽ അത് ഈ ഓക്സി ഹീമോഗ്ലോബിനെ ഈ ബിലിറൂബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ബിലിറൂബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ യെല്ലോ കളർ ഫോം ചെയ്യുന്നത്. This produce yellowish discoloration of CSF supernatant. And xanthochromia appear 12 hours after bleed and peak in 2 to 4 days and disappear by 2 weeks. So ഇങ്ങനെയുള്ള സബ്അരക്നൽ ഹെമറേജ് കഴിഞ്ഞാൽ ആ ഒരു 12 അവറിനുള്ളിൽ തന്നെ സാന്തോക്രോമിയ മീൻസ് ഈ കൺവേർഷൻ ഒക്കെ നടക്കും. അതായത് ആർ ബി സി അലൈസ് ചെയ്തിൽ നിന്ന് ഓക്സി ഹീമോഗ്ലോബിൻ റിലീസ് ചെയ്തിട്ട് അത് ബിലിറൂബിനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് യെല്ലോ കളർ എല്ലാം 12 അവറിനുള്ളിൽ നടക്കും. ആൻഡ് അത് പീക്ക് എത്തുന്നത് 2 to 4 days ആകുമ്പോൾ ആ കളറും ആ ഒരു ഫോർമേഷനും ഒക്കെ വളരെ ഏറ്റവും പീക്കിലെത്തും. ആൻഡ് 2 weeks കഴിഞ്ഞ് അതെല്ലാം ഡിസപ്പിയർ ആവും. ഓക്കെ. The most common causes of subarachnoid hemorrhage is trauma. വേറൊരു കാരണം പറഞ്ഞു സെറിബ്രൽ എനോറിസം പറഞ്ഞു. അത് കൂടാതെ ഒരു ട്രോമ കണ്ടീഷന് സബറക്നോയിഡ് ഹെമറേജ് കാരണമാകാം. ആൻഡ് സെക്കൻഡ് കോമൺ കോസസ് ഇസ് ബെറി എനോറിസം. അതും നമ്മുടെ ബ്രെയിനിലുള്ള എനോറിസം ആണ്. ഈ ആർട്ടറി സ്വെല്ലിംഗ് ചെയ്തിട്ട് ബ്ലീഡിങ് ആവുന്ന കണ്ടീഷൻ. ബെറി എനോറിസവും സബറക്നോയിഡ് ഹെമറേജിന് കാരണമാകുന്ന കണ്ടീഷൻസ് ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് കാരണം, അതായത് സാന്തോക്രോമിയന്റെ വേറെ കേസ് എന്ന് വെച്ചാൽ ജോണ്ടിസ്. ആദ്യം സബറക്നോയിഡ് ഹെമറേജ് വരും. വേറെ സാന്തോക്രോമിയന്റെ കാരണങ്ങൾ എന്ന് വെച്ചാൽ ജോണ്ടിസ്. when serum bilirubin, ജോണ്ടിസ് കേസിൽ serum bilirubin greater than 6 milligram ഉണ്ടെങ്കിൽ എന്തും കാരണമാകാം. CSFൽ യെല്ലോ കളർ ഫോർമേഷനും കാരണമാകാം. ആൻഡ് CSF പ്രോട്ടീൻ ഗ്രേറ്റർ ദാൻ 150 ഉണ്ടെങ്കിലും അത് CSFലെ യെല്ലോ കളർ ഫോർമേഷന് കാരണമാകാം. ആൻഡ് മെത്തേഡ് ഓഫ് ഡിറ്റക്ഷൻ ഓഫ് സാന്തോക്രോമിയ, മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡ് ഉള്ളത്. ഒന്ന് നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന മെത്തേഡ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ. അതായത് സൂപ്പർനാറ്റൻ സെഡിമെന്റ് സെൻട്രിഫ്യൂജ് ചെയ്ത് സൂപ്പർനാറ്റൻ യൂസ് ചെയ്തിട്ട് എക്സാമിൻ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ വിഷ്വൽ ഇൻസ്പെക്ഷൻ മെത്തേഡ് വഴി നമുക്ക് സാന്തോക്രോമിയ ഡിറ്റക്ട് ചെയ്യാം. അതുകൂടാതെ സ്പെക്ട്രോഫോട്ടോമെട്രി യൂസ് ചെയ്തിട്ട്, സ്പെക്ട്രോഫോട്ടോമെട്രി മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹീമോഗ്ലോബിൻ, ഏത് ടൈപ്പ് ഓഫ് ഹീമോഗ്ലോബിൻ ആണ്, ബിലിറൂബിൻ ആണ്, ഹീമോഗ്ലോബിൻ ഡിറൈവ്ഡ് ആൻഡ് നോൺ ഹീമോഗ്ലോബിൻ ഡിറൈവ്ഡ് പിഗ്മെന്റ്സ് നമുക്ക് സ്പെക്ട്രോഫോട്ടോമെട്രി യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്ക് എന്നിട്ട് അവിടെ നോൺ ഹീമോഗ്ലോബിൻ ഡിറൈവ്ഡ് പിഗ്മെന്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഡിറൈവ്ഡ് പിഗ്മെന്റ്സ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാം. അങ്ങനെയും സാന്തോക്രോമിയ കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് സാന്തോക്രോമിയ. ഇത് 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് അതർ അബ്നോർമൽ കളർ ഓഫ് CSF. അതർ അബ്നോർമൽ കളർ എന്ന് വെച്ചാൽ നോർമലി പറഞ്ഞ എല്ലാ കളർലെസ് ആണ്. ആൻഡ് സാന്തോക്രോമിയന്റെ കേസ് പറഞ്ഞു ഈ യെല്ലോ കളർ അല്ലാതെ, സാന്തോക്രോമിയ അല്ലാതെ വേറെ പിങ്ക് കളറിലും മേ ബി കാണാം. പിങ്ക് കളർ ഇസ് ഡ്യൂ ടു റെഡ് സെൽ ലൈസിസ് വിത്ത് റിലീസ് ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. ആൻഡ് ബ്രൗണിഷ് കളർ due to meningeal metastatic carcinoma, and orange color due to high carotene ingestion, and red orange color due to drugs like rifampin can cause red orange discoloration of CSF. Next one, clot formation. Normally just on clot on the form ചെയ്യില്ല. ആൻഡ് അബ്നോർമലി ക്ലോട്ട് ഫോർമേഷൻ, അതായത് പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ക്ലോട്ട് ഫോർമേഷൻ അവിടെ ഉണ്ടാവാം. ഡിഫറെൻറ്റ് ടൈപ്പ് ക്ലോട്ട് ഫോർമേഷൻ ഉണ്ട്. അതായത് പെല്ലിക്കിൾ ലൈറ്റ്, അതായത് തിൻ മെംബ്രെയിൻ ഓൺ ദ സർഫേസ് ഓഫ് CSF, ദാറ്റ് പെല്ലിക്കിൾ ലൈറ്റ് ക്ലോട്ട് ഫോർമേഷൻ ഒക്കെ ആഫ്റ്റർ 10 മിനിറ്റ്സിന് ശേഷം ഇങ്ങനെയുള്ള ക്ലോട്ട് ഫോർമേഷൻ കാണുന്നെങ്കിൽ ഇറ്റ്സ് മേ ബി ഡ്യൂ ടു ഇൻക്രീസ്ഡ് പ്രോട്ടീൻ കോൺസെൻട്രേഷൻ, that is greater than 150 milligram പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കേസിൽ പെല്ലിക്കൽ ലൈക്ക് ക്ലോട്ട് ഫോർമേഷൻ കാണാം. ആൻഡ് ഇൻ ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസ് കേസിൽ കോബ് വെബ് ലൈക്ക് അപ്പിയറൻസ്, ക്ലോട്ട് ഫോർമേഷൻ ഏതിൽ കേസ് കാണാം? ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസ് കൊണ്ട്
ആണെങ്കിൽ മെനിഞ്ചൈറ്റിസ് CSF ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും TB ബാക്ടീരിയ ഉണ്ടെങ്കിൽ അവിടെ കോബ് വെബ് ലൈക്ക് ക്ലോട്ട് ഫോർമേഷൻ ആയിരിക്കും ഉണ്ടാവുക ഡ്യൂ ടു ഹൈ ഫൈബ്രിനോജൻ കണ്ടന്റ്. Okay, and in case of purulent meningitis, pellicle form early followed by large clot. Pellicles form ചെയ്യും but followed by large clotഉം അവിടെ form ചെയ്യും. And in case of spina block, complete clotting of CSF, full CSF ഫുള്ളും ആ ഒരു ഫുള്ളും വെള്ളം അല്ലാതെ full clot formation ആയിരിക്കും ഉണ്ടാവുക. Okay, and clot formation does not occur in subarachnoid hemorrhage. That is cobweb-like appearance. Cobweb-like appearance in tuberculosis meningitis കാണുന്നത്. And CSF clear transparent fluid ആണ്, viscous fluid എന്നല്ല, watery fluid പോലെയാണ് CSF. But abnormally എങ്ങനെ കാണാം? Thick viscous CSF fluid കാണാം. It's mainly seen in cryptococcal meningitis, meningeal metastatic mucinous adenocarcinoma and severe meningitis. So ഇത്രയാണ് physically examination വഴി abnormally CSF ന്റെ examination. Abnormally നമ്മൾ ഡിറ്റക്ട് ചെയ്യും. Okay, ഇത് നന്നായിട്ട് പഠിക്കുക.